നമ്മൾ ആരിഫ് അണ്ണൻ ഒരു പുതിയ പ്രഖ്യാപനവുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ആരിഫ് ഹുസൈൻ ഗസ്വ ഹിന്ദ് എന്ന് എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് മൗലവി. അങ്ങനെ ചോദിച്ചു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഏത് മദ്രസയിലാണ് പഠിപ്പിക്കുന്നത്? ഗസ്വ ഹിന്ദ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ലക്ഷ്യമാണെന്ന് എവിടെ പഠിപ്പിക്കുന്നു? ഇതിൽ എനിക്ക് ആദ്യം ശകാരിക്കാനുള്ളത് അനില തന്നെയാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള സംഗതികൾ പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടു പറയണം. കാരണം ഇസ്ലാമിന്റെ അധ്യാപന രീതി എന്ന് പറഞ്ഞാൽ മദ്രസ മാത്രമല്ല. ഓക്കെ, ഞാൻ മദ്രസ പഠിച്ചോളാം, 2 മദ്രസ ഡബിൾ. അപ്പോൾ ഞാൻ തർപ്പിച്ചു പറയുന്നു, ഞാൻ പഠിച്ച ഒരു മദ്രസയെ പോലും ഈ തീവ്രവാദം ഇഞ്ചക്ട് ചെയ്യുന്നില്ല, നോട്ട് പോയിന്റ് ഇല്ല. എന്നാൽ ജനൻ ടിവിയിലെ അനിൽ നമ്പ്യാരെ ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന പ്രഖ്യാപനവുമായിട്ടാണ് നമ്മുടെ ആരിഫ് അണ്ണൻ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ തർപ്പിച്ചു പറയുന്നു, ഞാൻ പഠിച്ച ഒരു മദ്രസയെ പോലും ഈ തീവ്രവാദം ഇഞ്ചക്ട് ചെയ്യുന്നില്ല, നോട്ട് പോയിന്റ് ഇല്ല. അഥവാ നാളിതുവരെ സംഘികളൊക്കെ പറഞ്ഞ ആ വാദത്തെ പൊളിച്ച് എഴുതിക്കൊണ്ട് അദ്ദേഹം പറയാണ്, മദ്രസയിലൊന്നും തീവ്രവാദം പഠിപ്പിക്കുന്നില്ല. ഞാൻ 2 മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, 2 മദ്രസയിലും അതില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കുടുങ്ങിപ്പോകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അനിൽ നമ്പ്യാരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മറ്റുള്ള ആളുകളോട് പറയാനുള്ളത്, മദ്രസകളിൽ ഈ തീവ്രവാദം ഇഞ്ചക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കും, ഇവിടെ കുടുങ്ങിയ പോലെ അതല്ല. അപ്പോ ഉറപ്പല്ലേ ആരിഫ് ജി, മദ്രസയിൽ ഭീകരവാദം പഠിപ്പിക്കുന്നില്ല? ജൂതവിരുദ്ധത പച്ചയായ തീവ്രവാദമാണ്. ജൂതന്മാരെ കണ്ടെടുത്ത് വെച്ച് വെട്ടി കൊല്ലണം എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദമാണ്. ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, ഇവിടെ മദ്രസകൾ പഠിപ്പിക്കുന്നു, ഖുർആനിൽ തന്നെ ഉണ്ട്. എന്താണ് പറയുന്നത്? നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത് കാഫറുകളായിട്ടുള്ള ആളുകൾ. ആരാണത്? ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉറ്റമിത്രങ്ങളാക്കരുത്. ഇത് ഇന്നും മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതാ കിടക്കുന്നു കിണ്ടിയും വെള്ളവും എന്ന് ഞങ്ങളെ മലപ്പുറത്തെ ചൊല്ലുണ്ട്. അനിൽ നമ്പ്യാരെ ഒക്കെ അത്ഭുതപ്പെടുത്തിയിട്ട് ആരിഫ് പറഞ്ഞതാണ്, നിങ്ങൾ മദ്രസയിൽ അങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് പറയാൻ പോകല്ലേ, മദ്രസയിൽ അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. അവസാനം ഇയാൾ തന്നെ പറയാണ്, മദ്രസയിൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. വല്ലാത്ത ജാതി ആരിഫ് അണ്ണൻ തന്നെയാണ്. ഒരു ക്വാളിറ്റിയും ഇല്ല, ഒരു നിലവാരവും ഇല്ല. വായിൽ തോന്നുന്നതെന്തോ അത് വിളിച്ച് പറയാം. വല്ല തെളിവുണ്ടോ? ഇല്ല. ഇപ്പൊ ഇയാൾ പറയാണ്, മദ്രസയിൽ കാഫിരീങ്ങളെ കൊല്ലണമെന്നും ജൂതന്മാരെ കൊല്ലണമെന്നും കാഫിരീങ്ങളോട് ബന്ധം പാടില്ല എന്നും പഠിപ്പിക്കുന്നു എന്ന്. ഏത് മദ്രസയിലാണ് പഠിപ്പിക്കുന്നത്? ഇയാൾ തന്നെ പറഞ്ഞു മദ്രസയിൽ അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്ന്. ഇനി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് തെളിവ് ചോദിച്ചാലോ? അതും ഇയാളെ കയ്യിലില്ല. അപ്പോ തൊള്ളയിൽ തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറയാം. അതിങ്ങനെ കൊണ്ടു നടക്കാൻ കുറെ സംഖ്യകളും. ആരിഫ് അണ്ണന്റെ കോയാക്കോളിൽ പോ എന്നിട്ട് സംസാരിക്ക്. എന്താ സംസാരിക്കാനുള്ളത്? ഈ ബഡായി പറയാ, വേറൊന്നുമില്ല. ജനൻ ടിവിയുടെ ഈ പ്രോഗ്രാമിൽ ഇയാൾ സംസാരിച്ചിട്ടുള്ള സംസാരങ്ങളിൽ 90% പച്ചക്കളവ്. പച്ചക്കളവ് എന്ന് പറഞ്ഞാൽ പച്ചക്കളവ്. ഒരു തെളിവില്ല, ഒരു രേഖയും ഇല്ല. നോക്കൂ, ഓരോ കളവ് ഞാൻ പിടിച്ചു തരാം. ജൂതന്മാരെ കണ്ടെടുത്ത് വെച്ച് വെട്ടി കൊല്ലണം എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദമാണ്. അതിവിടെ പഠിപ്പിക്കുന്നുണ്ട്, ഇവിടെ മദ്രസകൾ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന വെള്ളിയാഴ്ചകളിൽ ഖുതുബയിൽ പറയുന്നു. ഏത് മദ്രസയിൽ, ഏത് ഖുതുബയുടെ മിമ്പറിൽ, എവിടെയാണ് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ജൂതന്മാരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന്? പച്ചക്ക് കളവ് പറയാ. എന്നാൽ നെതന്യാഹു പ്രസംഗിച്ചിട്ടുണ്ട്. എന്ത്? അമലേക്കരെ ഇല്ലാതാക്കിയതുപോലെ ഞങ്ങൾ ഈ പറയുന്ന ഫലസ്തീനിനെ ഇല്ലാതെയാക്കും. അതെങ്ങനെ ഇല്ലാതെയാക്കിയത്? ബൈബിൾ പറയുന്നുണ്ട്. കുട്ടികളെ അടക്കം കൊന്നിട്ടാണ് അമലേക്കർ എന്ന് പറയുന്ന വിഭാഗത്തെ ഇല്ലാതെയാക്കിയത്. അതുപോലെ ഞങ്ങൾ ഈ പറയുന്ന ഫലസ്തീനിനെ ആക്കും. അത് നിനക്ക് ഭീകരവാദവുമല്ല, തീവ്രവാദവുമല്ല. എന്നിട്ടോ മുസ്ലിങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് അത്രേ, ജൂതന്മാരെ കൊല്ലണം. എവിടെയാടു തെളിവ്? എവിടെയാടും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഫത്വയുണ്ട്. ആഗോളതലത്തിൽ തന്നെ മുസ്ലിയാക്കന്മാർ പച്ചക്കിരുന്ന് പറയുന്നുണ്ട്, കാഫിറിന്റെ രാജ്യങ്ങളിലെ സൈന്യത്തിൽ ചേരരുത്. ഇത് രാജ്യവിരുദ്ധതയാണോ അല്ലേ? പറയൂ. അതാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യ കാഫിറിന്റെ രാജ്യമാണെന്ന്. ഇന്ത്യ കാഫിറിന് നീ എഴുതി കൊടുത്തോ? എടോ, ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. ഈ ഇന്ത്യയെ ഉണ്ടാക്കാൻ ഇവിടെ അധ്വാനിച്ചവരിൽ ഒരു വലിയ വിഭാഗമാണ് മുസ്ലിങ്ങൾ. നീ ഇപ്പോ പണിയെടുക്കുന്ന സംഘികൾ ആ സമയത്ത് ഷൂ നക്കി കൊടുക്കുകയായിരുന്നു. ആ സമയത്ത് ഇന്ത്യക്ക് വേണ്ടി ഇവിടെ പോരാടി മരിച്ചത് മുസ്ലിങ്ങളാണ്. എന്നിട്ട് ഇന്ത്യ കാഫിറിന്റെ രാജ്യമാണെന്ന് ബഡായി പറയാ, കളവ് പറയാ. കാഫിറിന്റെ സൈന്യത്തിൽ ചേരരുത് ഇവിടെ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നതാണ്. ഖുർആനിൽ തന്നെ ഉണ്ട്. എന്താണ് പറയുന്നത്? നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത് കാഫിറുകളായിട്ടുള്ള ആളുകൾ. ആരാണത്? ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉറ്റമിത്രങ്ങളാക്കരുത്. ഇത് ഇന്നും മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ പൊട്ടനാണ് കുറച്ചു മുമ്പ് പറഞ്ഞത്, ഞാൻ 2 മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, മദ്രസയിലൊന്നും ഇങ്ങനെ ഭീകരവാദവും തീവ്രവാദവും പഠിപ്പിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അനിൽ നമ്പ്യാരെ നിങ്ങൾ കുടുങ്ങിപ്പോകുന്നു. എന്നിട്ട് അതേ പൊട്ടം പറയാ, മദ്രസയിൽ കാഫിറിനെ സഹോദരനാക്കരുത് എന്ന് പഠിപ്പിക്കുന്നു എന്ന്. ഏത് മദ്രസയിലാ? ഉത്തരല്ല. പറയാ, വെറുതെ ബഡായി ഇങ്ങനെ പറയാ, അങ്ങനെ പഠിപ്പിക്കുന്നു, ഇങ്ങനെ പഠിപ്പിക്കുന്നു. എവിടെ? അതിന് ഉത്തരല്ല. അനിൽ നമ്പ്യാറിന് രണ്ടാമത് എനിക്ക് ഇവിടെ ശകാരിക്കാനുള്ളത്, ഈ പറയുന്ന ഏതെങ്കിലും മുസ്ലിം സംഘടന തീവ്രവാദികളെ തള്ളി പറഞ്ഞു എന്നാണ്. അങ്ങനെ ചോദിച്ചാൽ തെറ്റാണ്. കാരണം എന്താണ്? ഇവിടെ പല ആളുകളും തള്ളി പറയാറുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ കേണൽ പുരോഹിതനെയോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഉസ്താദിനോട് ചില പേരുകളൊക്കെ പറഞ്ഞു, മായ കൊടലാനി, ഇതേപോലെയുള്ള തീവ്രവാദികളെ ഏതെങ്കിലും സാധാരണ ഹിന്ദുക്കൾ തലയിലേറ്റി നടന്നിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഹിന്ദുത്വ തീവ്രവാദികളുടെ വിഷയം വന്നപ്പോ സാധാരണ ഹിന്ദുക്കൾ അവരെ കൊണ്ട് നടക്കാറുണ്ടോ? എന്നാൽ മുസ്ലിങ്ങളുടെ തീവ്രവാദമാണെങ്കിലോ എല്ലാ മുസ്ലിങ്ങളും കുറ്റക്കാരാണ്, ഉത്തരവാദികളാണ്. ഇത് വല്ലാത്ത ഒരു ലോജിക്കാണ്. എന്തായാലും ആരിഫ് അണ്ണൻ പറഞ്ഞത് ശരിയാണ്. സാധാരണ ഹിന്ദുക്കൾ കൊണ്ട് നടക്കാറില്ല, എന്നാൽ സംഘികളായിട്ടുള്ള നിന്നെ പോലത്തെ ആളുകൾ കൊണ്ട് നടക്കാറും ഉണ്ട്. എന്നാൽ ഇവിടെ ഒസാമ ബിൻ ലാദൻ മയ്യത്ത് നിസ്കരിച്ച പള്ളി ഞാൻ ഉണ്ടായിരുന്ന പള്ളിയാണ്. ഓക്കെ, ഏത് പള്ളിയാണ്? എനിക്കൂടെ പറയണല്ലോ. നമുക്ക് രണ്ടുപേർക്കും പോയി ചാത്തമംഗലം ജുമാ മസ്ജിദ് പോയി അന്വേഷിച്ചു. അവിടുത്തെ പള്ളി കമ്മിറ്റി തന്നെ നിനക്കെതിരെ ലെറ്റർ ഇറക്കി. അതുപോലെ ഇനി കൂടുതലൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. നീയല്ലാതെ ആ നാട്ടിലുള്ള ഒരു മനുഷ്യൻ പോലും ഈ വിഷയം പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ അജ്മൽ കസബിനെ നിസ്കരിച്ചു, ഇവിടെ തൃക്കാക്കര പള്ളിയിലാണ് നിസ്കരിച്ചത്. നിസ്കരിച്ചിട്ടില്ല. ബഡായി ആരിഫിന് തെളിയിക്കാൻ പറ്റുമോ അവിടെ നിസ്കരിച്ചു എന്ന്? അവിടെ ഏതോ ഒരു വിവരം കെട്ടവൻ അവൻ നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോ അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളും അതിനെ എതിർക്കുകയും അവരാണ് അത് വിഷയമാക്കുകയും ചെയ്തത്. അങ്ങനെയാണ് അത് പുറലോകം അറിഞ്ഞത് പോലും. അല്ലാതെ അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊന്നും ഇല്ലല്ലോ. അവിടുത്തെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി അതിനെതിരെ പ്രതിഷേധിക്കുകയും
അവിടുത്തെ മഹല്ല് കമ്മിറ്റി ആ വിഷയത്തിൽ അയാളെ പുറത്താക്കുകയും ചെയ്തു. എന്നിട്ട് ബഡായി പറയാം അവിടെ നിസ്കരിച്ചു ഇവിടെ നിസ്കരിച്ചു. വല്ല രേഖയുമുണ്ടോ? ഒരു രേഖയുമില്ല. പച്ചക്കളവ് പറയാം. ഇതിപ്പോ ഞാൻ കുറച്ച് നോക്കിയപ്പോൾ കിട്ടിയ കളവാണ്. ഇനി ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ബഡായി ആയിരിക്കും. ഒരു തെളിവില്ല. എന്നിട്ട് ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തിനെ ഈ സമൂഹത്തിൽ ഭീകരവാദികളായിട്ട് നിരന്തരം ചിത്രീകരിക്കുക.